യൂറോപ്യൻ കൺട്രിയിൽ ഷെങ്കൻ കൺട്രീസിൽ യൂറോപ്യൻ കൺട്രി അഥവാ ഷെങ്കൻ കൺട്രീസിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ വരുന്ന ഫീസ് പറഞ്ഞായിരുന്നു ഞാൻ. അപ്പൊ അവിടെ വരുമ്പോൾ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ, എന്തൊക്കെയാണ്, അതായത് കുട്ടികൾക്ക് വേറെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ഇപ്പോൾ 65% മിനിമം 60 മതി, പക്ഷേ 65 ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. 60+ എടുക്കും. ഓക്കെ, 65% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. IELTS മാൻഡറ്ററി ആണ്. ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ബാച്ചിലേഴ്സ് എടുക്കാം. അതേപോലെ തന്നെ ഈ പറയണ ഇവിടെ അതായത് ജർമ്മനിയിലാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസ് എന്ത് വേണം, ജർമ്മനിയിൽ എന്ത് വേണം, സ്റ്റുഡന്റ് കൊളീഗ് വേണം. ഓക്കെ, പക്ഷെ അത് മിക്കവാറും സ്റ്റുഡൻസ് ബാച്ചിലേഴ്സ് എടുക്കാറില്ല, മാസ്റ്റേഴ്സ് എടുക്കുന്നത്. അപ്പോ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സ് എടുക്കാം. എവിടെ, ഓസ്ട്രേലിയ എടുക്കാം, ജർമ്മനി എടുക്കാം. പ്ലസ് ടു കഴിഞ്ഞ സ്റ്റുഡൻസിന് ബാച്ചിലേഴ്സ് എടുക്കാം. എവിടെ, ഓസ്ട്രേലിയ എടുക്കാം. ഇങ്ങനെയാ വരുന്നത് കേട്ടോ. 60+65% ഒക്കെ മാർക്ക് മതി അപ്ലൈ ചെയ്യാം. IELTS മാൻഡേറ്ററി ആണ്. IELTS ഇല്ലാണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. IELTS അത് ഏജൻസീസ് ഒക്കെ പറയും, ചില ഏജൻസീസ് ഒക്കെ പറയും വേണ്ടാന്നൊക്കെ. വേണം കേട്ടോ, അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം ഉണ്ടാവും. ഈ ജർമ്മനിയിൽ തന്നെ ഒരു 50-55 ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ എൻട്രൻസ് എക്സാം ഉണ്ടാവും. അത് നമുക്കൊന്ന് പാസ്സാവാൻ പറ്റില്ല, കാരണം അത്രയും ടഫാണ്. അതൊന്നും